ഹലോ. ഇന്നലെ ഹോളിക്ക് ധനചേട്ടനും പിള്ളേർ മാത്രമാണ് കേട്ടോ രാവിലെ ഇറങ്ങിയത്. ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിൽ ബിസി ആയിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടി വീട്ടിലോട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ വീട് മൊത്തം പൊടിയും, ഏതാ വേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഡ്രസ്സ് മാറി ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങി വന്നതും അതിനുശേഷം ഉണ്ടായ അവസ്ഥകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് വെള്ളം ചീറ്റുന്നു, മറ്റു സൈഡിൽ നിന്ന് പൊടി തേക്കുന്നു. നിന്ന നിലപ്പിൽ പൊടിയിലും വെള്ളത്തിലും കുളിപ്പിച്ച് എന്നെ അവിടെ നിർത്തി കേട്ടോ. ആൽറിനൊക്കെ എൻ്റെ ബോധം തേക്കാനുള്ള ഇൻട്രസ്റ്റ് ഇത്ര ഉണ്ടായിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചേയില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ വെള്ളം ചീറ്റി കുളിപ്പിക്കലായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഊഴം വരട്ടെ, ഞാൻ എല്ലാത്തിനെയും കാണിച്ചു തരാമെന്ന്. പിള്ളേരൊക്കെ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ. വെള്ളം ചീറ്റിലും പൊടി തേക്കിലും പൊടി കലക്കി ഒഴിക്കലും എന്ത് പറയാ, അവരെ പിടിച്ച കിട്ടുന്നുണ്ടായിരുന്നില്ലടാ. നമ്മൾ തേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരട്ടിയായിട്ട് തേക്കും. അതിനും ഭേദം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അവസരം വരുമ്പോൾ നമ്മൾ അച്ചാലും പിച്ചാലും അങ്ങനെ തേച്ച് കൊടുക്കുക, അത്ര തന്നെ. എൻ്റെ മുഖത്താണെങ്കിൽ ഓൾറെഡി നല്ലോണം പൊടിയുണ്ട്. ആ പൊടിയുടെ മേലെ വെള്ളം ഒഴിച്ച് അതൊക്കെ വായിലും കണ്ണിലും ഒക്കെ പോവായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അവസരം വന്നു. ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല, എല്ലാത്തിനെയും പിടിച്ചു നിർത്തി അച്ചാലും പിച്ചാലും ഒക്കെ പൊടി തേച്ചു. തലയിലും മൂത്തും കഴുത്തിലും എല്ലാത്തിലും അങ്ങനെ തേച്ച് കൊടുത്തു. ഒന്നിനും ഞാൻ വെറുതെ വിട്ടില്ല. കാരണം എന്നെ അറ്റാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടതല്ലേ, പിന്നെ ഞാൻ എന്തിനു വെറുതെ നിൽക്കണം. ഞാൻ എല്ലാത്തിനും പിടിച്ച് തേച്ച്. എൻ്റെ കയ്യിലാണ് കിട്ടിയതാണെങ്കിൽ ഒരു പർപ്പിൾ കളർ പൊടിയായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്കാണ്, എവിടെ തേച്ചാലും അറിയും. അപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിനും പിടിച്ച് നിർത്തി ഇങ്ങോട്ട് തേച്ചു. പിന്നെ അവർ നിന്ന് കേട്ടോ. അതുകൊണ്ട് കാരണം നിന്നില്ലെങ്കിൽ അവർക്ക് ഇരട്ടി പണി കിട്ടുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും നിന്ന് തന്നു. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തേച്ച് കൊടുത്തു. ധനചേട്ടനെ ഞാൻ പിടിച്ച് നിർത്തി മുക്കി കുളിപ്പിച്ച് അങ്ങോട്ട് എത്തും പൊടിയിൽ. എല്ലാത്തിനും അങ്ങോട്ട് പൊടിയിൽ കുളിപ്പിച്ചെടുത്തപ്പോൾ എനിക്ക് നല്ല സമാധാനം കിട്ടി, അതുപോലെ നല്ല സന്തോഷവുമായിട്ടോ. എന്തായാലും അങ്ങ് നനഞ്ഞു, പിന്നെ എന്നാൽ കുളിച്ചങ്ങ് കയറാം, അത്രേ ഉള്ളൂ. ഒരാളെ തേക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊടിയൊക്കെ വാങ്ങിച്ചു. വേറെ ആരെയല്ല, നമ്മുടെ ആൾഡ്രിനാണ്. അവൻ കുറേ നേരമായിട്ട് അവൻ എൻ്റെ മേത്തേക്ക് വെള്ളം അങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എനിക്ക് പിടി തന്നില്ല. അവസാനം ഞാൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് നിർത്തി നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തു. ഒരു സമാധാനം അങ്ങ് കിട്ടി എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2-3 ആൾക്കാരെയും കൂടി എനിക്ക് പൊടി തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ കണ്ടവരെല്ലാവരും ഞങ്ങളിങ്ങനെ പൊടി തേച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്കൂസിനെ നോക്കി, അങ്കൂസിനെ കണ്ട തിരിച്ചറിയും കൂടിയില്ല. കുഞ്ഞാപ്പി പൊടി തേക്കുമ്പോൾ പെട്ടെന്ന് കരയും കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ തേച്ചപ്പോൾ നിന്ന് തന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വഴിയിൽ കൂടെ പോണവരെയും വരുന്നവരെയും ഒക്കെ ഇങ്ങനെ പൊടി തേച്ച് നടന്നു. പക്ഷെ ആരൊന്നും പറയില്ല, കാരണം ബുരാനമാനോ ഹോളി ഹേ.